ഹലോ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അനിമയുടെ പുറകിലാണ്. അനിമ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു ചെറിയ ധാരണയൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ അനിമ എന്ന് പറയുന്നത്. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെത്ത് നോട്ട് പോലെയുള്ള അനിമകളൊക്കെ ചിലർക്കെങ്കിലും ഓർമ്മ വരികയും ചെയ്യും. ഈ അനിമകളെക്കുറിച്ച് അന്വേഷിക്കാൻ കാര്യം K-പോപ്പിൻ്റെ വീഡിയോ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില K-പോപ്പ് ആരാധകർ അനിമകളുടെ കൂടെ ആരാധകരാണ്. അവർ വന്നിട്ട് അനിമകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ ചേട്ടാ, അങ്കിൾ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാനും വിചാരിച്ചു എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ അനിമകൾ. ഈ അന്വേഷണങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് കാർട്ടൂൺ, അനിമെ, മാങ്ക, കോമിക്സ് ഇങ്ങനെ പല പല വിഭാഗങ്ങളിലൂടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോയി. ശരിക്കും ഈ അനിമെ എന്ന് പറയുന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അനിമേഷൻ എന്ന് തന്നെയാണ്. ജപ്പാനിൽ അനിമേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരം ഷോകളെയും ജപ്പാൻകാർ വിളിക്കുന്നത് അനിമെ എന്നാണ്. അത് ഏത് രാജ്യത്തിൻ്റെ അനിമേറ്റഡ് ആയിട്ടുള്ള ഷോ ആണെങ്കിലും അവരിതിനെല്ലാം അനിമെ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. പക്ഷേ നമ്മളെപ്പോലുള്ള ജപ്പാന് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ ജപ്പാനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ജപ്പാൻകാർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ അനിമേറ്റഡ് ഷോകളെ മാത്രമാണ് ഈ അനിമെ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഈ അനിമെ എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ കാർട്ടൂണുമായിട്ടും കോമിക്കുകളുമായിട്ടും മാങ്ക സീരീസുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് കണക്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റുമെങ്കിലും ശരിക്കും അനിമകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂണുകളല്ല, മുതിർന്ന ആൾക്കാർക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള കാർട്ടൂണുകളാണ് ഈ ശരിക്കും അനിമകൾ എന്ന് പറയുന്നത്. അനിമകളുടെ കഥകളും അതിൻ്റെ ചിത്രീകരണവും അല്ലെങ്കിൽ അനിമകൾ സൃഷ്ടിച്ചെടുക്കുന്നതുമൊക്കെ മുതിർന്ന ആൾക്കാർക്ക് ആസ്വദിക്കാൻ പാകത്തിനുള്ള രീതിയിലൊക്കെയാണ്. ഇതിലുപയോഗിക്കുന്ന കഥകളായാലും കഥാസന്ദർഭങ്ങളായാലും ഒക്കെ ഒരു ഹോളിവുഡ് സിനിമ എങ്ങനെയാണോ നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു റേഞ്ചിലാണ് ഈ അനിമകളുടെ നിർമ്മാണമൊക്കെ നടക്കുന്നത്. ആക്ഷനും ത്രില്ലറും ഹൊററും സെൻറ്റിമെൻസും ഡ്രാമയും എല്ലാ വിഭാഗത്തിൽ പെടുന്ന സംഭവങ്ങളും ഈ അനിമകളിലെ കഥകളായിട്ട് പുറത്തു വരാറുണ്ട്. ഈ ഹോളിവുഡ് സിനിമകൾ ചിത്രീകരിക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ഒക്കെ തന്നെയാണ് ഈ അനിമകൾ ചിത്രീകരിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പക്ഷേ ഈ അനിമകൾക്ക് ഒരുപാട് ആരാധകരുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മുതിർന്നവർക്കിടയിൽ ഇതിനൊരു വലിയ സ്വാധീനം ഇതുവരെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, അനിമെ എന്ന് കേൾക്കുമ്പോൾ ഇത് കുട്ടികൾക്കുള്ള കാർട്ടൂണുകളാണ് എന്ന് കരുതി ഇതിനെ അങ്ങ് ഒഴിവാക്കുകയാണ് സാധാരണ ഇന്ത്യയിൽ ചെയ്യുന്നത്. അനിമകൾ സംപ്രേഷണം ചെയ്യുന്ന TV ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പല ചാനലുകളിലും പ്രേക്ഷകർ ധാരാളമായിട്ട് കിട്ടാത്തത് കൊണ്ട് പലതും ഓപ്പറേറ്റ് ചെയ്യാതെ പൂട്ടിപ്പോയ വലിയൊരു സാഹചര്യമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഈ അനിമകൾ വരാൻ തുടങ്ങിയതോടുകൂടി ഈ അനിമയ്ക്ക് കൂടുതൽ ആരാധകരെ ഇന്ത്യയിൽ നിന്ന് നേടുവാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ ഡെത്ത് നോട്ട് പോലുള്ള അനിമകൾ റിലീസ് ചെയ്ത് വലിയ തരത്തിലുള്ള പ്രൊമോഷനൊക്കെ കൊടുത്ത് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് നല്ല കാഴ്ചക്കാരെ ഇപ്പോൾ നേടാനായിട്ട് കഴിയുന്നുണ്ട്. ഡെത്ത് നോട്ട്, നരൂട്ടോ, പോക്കിമോൻ, ഡ്രാഗൺ ബോൾ, പിന്നെ നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ തുടങ്ങിയ അനിമെ സീരീസുകൾക്ക് ഇന്ത്യയിൽ അത്യാവശ്യം പ്രേക്ഷകരെ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സീരീസുകളൊക്കെ തന്നെ മുതിർന്നവർക്കുള്ളതാണെങ്കിൽ കൂടി ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ തന്നെ ധാരാളമായിട്ട് ഈ സീരീസുകൾ കാണുകയും ഇതിൻ്റെ ഫാൻസായിട്ട് മാറുകയും ഇതിൻ്റെ ഒരു വലിയ മൗത്ത് പബ്ലിസിറ്റി നടത്തി കൂടുതൽ ആൾക്കാർ ഇത് കാണുന്ന തരത്തിലുള്ള പ്രോത്സാഹനവും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അനിമകളുടെ ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1917 മുതലാണ് ജപ്പാനിലെ ഈ ഒരു സെഗ്മെൻറ്റ് വളർന്നു വന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 1960 ഒസാമു ടെസൂക്ക എന്ന് പറയുന്ന ഫാദർ ഓഫ് മാങ്ക എന്നറിയപ്പെടുന്ന ആളാണ് ശരിക്കും ഈ അനിമകളെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ വളരെ വലിയ ഒരു സംഭവമാക്കി മാറ്റി ഒരു ചരിത്ര വിജയം ഇതിന് നേടിക്കൊടുത്തത്. ഇന്ന് ലോകത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലുമൊക്കെ അനിമയ്ക്ക് ആരാധകരും പ്രേക്ഷകരും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇന്ത്യയിൽ നിന്നുമൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ അനിമയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ജെറ്റ് സിന്തസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ അനിമകളെക്കുറിച്ച് ഇന്ത്യയിൽ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഇന്ത്യയിലെ അനിമേറ്റഡ് സീരീസുകൾ കാണുന്ന ആൾക്കാരിൽ 83% ആൾക്കാർക്കും ഈ അനിമെ എന്ന് പറയുന്ന ഷോകളോട് വളരെ വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ്.
അതിലുപരി ഈ അനിമേറ്റഡ് സീരീസ്, പ്രത്യേകിച്ച് അനിമേകൾ കാണുന്ന ആൾക്കാർക്ക് ജപ്പാൻ്റെ സംസ്കാരത്തോടും ജപ്പാൻ്റെ ഭാഷയോടും ജപ്പാനിലെ ഭക്ഷണത്തോടും ഒക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിലുപരി ഈ അനിമേകൾ കാണുന്ന ആൾക്കാരിൽ 50% ആൾക്കാർക്ക് ഈ ജപ്പാൻ ഒന്ന് സന്ദർശിച്ചാൽ കൊള്ളാം എന്നൊരു ചിന്തയും ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ അനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനിമകളിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ മർക്കൻഡൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ നോക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുകയും ഇവയൊക്കെ കാശ് കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ടെങ്കിലും ഇത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെക്കുന്ന ആൾക്കാർ വളരെ കുറവായത് കാരണം ഇത് ആഗ്രഹിക്കുന്ന മുഴുവൻ പേർക്കും ഇതൊന്നും കിട്ടാറില്ല എന്നൊരു പ്രതിസന്ധിയാണ് നിലവിൽ അനിമകൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു OTT പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമാണ് ഇപ്പോൾ അനിമകൾക്ക് വലിയൊരു സാധ്യത തുറന്നു കിടക്കുന്നത്. എന്നാൽ വലിയൊരു ടെക്നോളജി വരുന്നുണ്ട്. നമ്മളെല്ലാം ചർച്ച ചെയ്ത് തുടങ്ങിയ ടെക്നോളജി മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി. മെറ്റാവേഴ്സ് വരുന്നതോടുകൂടി ലോകമാകമാനം അനിമയുടെ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കപ്പെടും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ ലോകത്തെ മുഴുവനായിട്ട് സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ അനിമേറ്റഡ് ഷോകളിൽ 60% പ്രേക്ഷകരും അനിമയുടെ പ്രേക്ഷകരാണ് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അനിമയുടെ ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇന്ത്യയിൽ വിജയിച്ച, ഇന്ത്യയിൽ കൂടുതൽ പ്രേക്ഷകരെ നേടിക്കൊണ്ടിരിക്കുന്ന അനിമകളെക്കുറിച്ച് നമ്മൾ അടുത്ത സീരീസുകളിലെ വീഡിയോകളിൽ സംസാരിക്കും. അപ്പോൾ അനിമകളുടെ ചരിത്രത്തിലേക്കും വിജയത്തിലേക്കും വെളിച്ചം വീശുന്ന പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാത്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയറും ചെയ്യണം.